ഏതായാലും വാഹനത്തിന്റെ മുൻപിലേക്ക് കടന്നുള്ള പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല വാഹനം തടഞ്ഞു നിർത്തുന്ന ആശാപ്രവർത്തകരെ കാണാൻ സാധിക്കും. പക്ഷേ കസ്റ്റഡിയിലെടുത്ത മൈക്ക് സെറ്റുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് വാഹനം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും കൂടുതൽ വനിതാ പോലീസുകാരെത്തി ഈ പ്രവർത്തകരെ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത സുരക്ഷ ഈ ഘട്ടത്തിൽ പ്രത്യേകമായി തന്നെ ഒരുക്കേണ്ടതുണ്ട്. കാരണം രാഷ്ട്രപതി തിരുവനന്തപുരത്തുള്ളതാണ്. അതിന്റെ ഭാഗമായി ഒരുക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടിയുണ്ട്. അതിനിടയിലുള്ള ഈ വലിയ ഇപ്പോൾ ആ പ്രതിഷേധത്തിൽ കൂടുതൽ നാടകീയമായ രംഗങ്ങൾ ഉണ്ടാവുകയാണ്. പോലീസിന്റെ വാഹനത്തിന് മുമ്പിൽ പ്രവർത്തകർ കിടക്കുകയാണ്. പോലീസ് വാഹനം മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ സമരരംഗത്ത് കിടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും അല്പസമയത്തിനകം കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് എത്താം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ക്ലിഫ് ഹൗസിന് മുമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഈ സമരക്കാർ ഉപയോഗിച്ച മൈക്ക് അത് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വലിയ സുരക്ഷ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടൊക്കെ തലസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ 4-5 മണിക്കൂറായി വലിയ പ്രതിഷേധത്തിലേക്ക് ആശാ വർക്കേഴ്സ് കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടുതൽ നടപടി എന്നുള്ള നിലയിൽ ഈ മൈക്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് തടയുകയാണ് ഇപ്പോൾ പ്രവർത്തകർ. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.